ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കമ്പറാറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ് എന്ന് പറയുന്ന ഗ്രാമർ പോർഷൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ ഫാസ്റ്റസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രാമർ പോർഷനാണ് ഇവിടെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ അടുത്ത ഗ്രാമർ പോർഷനായ അഡ്ജക്റ്റീവ് എൻഡുങ്ങൻ, അതായത് നൊമിനാറ്റീവ്, അക്യൂസാറ്റീവ്, ഡാറ്റീവ്, ഇങ്ങനെയൊക്കെ ഓരോ കേസിലും നമ്മൾ എൻഡുങ്ങൻ ആഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാമർ പോർഷൻ നമ്മൾ ഇത് മസ്റ്റായിട്ട് കോമ്പറാറ്റീവ് സൂപ്പർലാറ്റീവും അറിഞ്ഞിരിക്കണം. നമ്മൾ ആൻ അഡ്ജക്റ്റീവ് ഹാറ്റ് 3 ഫോമൻ, അതായത് ഒരു അഡ്ജക്റ്റീവിന് നമ്മൾ 3 ഫോമുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പോസിറ്റീവ്, കോമ്പറാറ്റീവ്, സൂപ്പർലാറ്റീവ്, അങ്ങനെ 3 എണ്ണമായിട്ട്. ഒരു അഡ്ജക്റ്റീവ് തന്നെ 3 എണ്ണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ ഷോൺ, ഷോണർ, ഷോണസ്റ്റൻ. കോമ്പറാറ്റീവിൽ നമ്മൾ എപ്പോഴും അഡ്ജക്റ്റീവ് ER ആഡാവും. സൂപ്പർലാറ്റീവിൽ നമ്മുടെ എന്താണ് എന്നും ആഡാവും. അത് കഴിഞ്ഞ് അഡ്ജക്റ്റീവ് പിന്നെ ആമൻ്റെയിൽ നമ്മൾ ESTN അല്ലെങ്കിൽ STN ആഡാക്കും. ഓക്കെ, അപ്പോൾ കോമ്പറാറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. When one's voice organs fertilized then benefits one comparative. അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ, ഫെർട്ടിലൈസ് എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോമ്പറാറ്റീവ്. കോമ്പറാറ്റീവിൻ്റെ ഫോമാണ് അവിടെ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റിൽ അഡ്ജക്റ്റീവ് പ്ലസ് ER. ഓക്കെ, സൂപ്പർലാറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വൺ മോർ ആൾസ് വൈസ് ആഗൻസ് ഫെർട്ടിലൈസ്ഡ്, അതായത് 2ൽ കൂടുതൽ കുറേ ആൾക്കാർ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ സാധനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂപ്പർലാറ്റീവ് എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ESTN. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐൻ ക്യാറ്റ് സേ ഇറ്റ്സ് സ്നെൽ, അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സാധാ അഡ്ജക്റ്റീവ് ആണ് അവിടെ സ്നെൽ എന്ന് കൊടുത്തിരിക്കുന്നത്. ഐൻ ഹാസ് എ ഈസ് സ്നെല്ലർ, കണ്ടോ, ആ സ്നെൽ എന്നുള്ള അഡ്ജക്റ്റീവിൻ്റെ കൂടെ ER കൂടെ ആയി, അപ്പോൾ അത് കോമ്പറാറ്റീവായി, സ്നെല്ലർ. അടുത്തത് ഐൻ പെഫർ ഈസ് സ്നെല്ലസ്റ്റേൺ. സ്നെല്ലസ്റ്റേൺ എന്ന് പറഞ്ഞാൽ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്താണ് അഡ്ജക്റ്റീവും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ആമൻ്റെ STN എന്ന് ആഡ് ചെയ്തു. ESTN എന്ന് പകരം STN എന്നാണ് ആഡ് ചെയ്തത്. അതിനൊരു സ്പെഷ്യൽ കേസസ് ഉണ്ട്. ആഡ് ചെയ്തായിരിക്കും നമ്മൾ എപ്പോഴും സൂപ്പർലാറ്റീവ് പറയുന്നത്. അഡ്ജക്റ്റീവ് മിഡ് എൻഡുങ്ങൻ. അഡ്ജക്റ്റീവ് മിഡ് എൻഡുങ്ങൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്ജക്റ്റീവിനകത്ത് എൻഡുങ്ങൻ ഏതൊക്കെയാണ് വരുന്നത് നോക്കണം. TS, SH, സാഫസ്, Z, TZ, X ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ സൂപ്പർലാറ്റീവിൽ നമ്മൾ മാറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സൂപ്പർലാറ്റീവിൽ നമ്മൾ ഈ അഡ്ജക്റ്റീവിൻ്റെ ഒക്കെ എൻഡുങ്ങൻ ഈ അക്ഷരത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ESTN ആയിരിക്കും നമ്മൾ ആഡാക്കുന്നത്, അഡ്ജക്റ്റീവിൻ്റെ ആമൻ്റെയിൽ ആഡാക്കുന്നത്. സൂപ്പർലാറ്റീവിൽ മാത്രമേ ഇത് ചേഞ്ച് ആവത്തുള്ളൂ. പോസിറ്റീവ്, കോമ്പറാറ്റീവ്, സൂപ്പർലാറ്റീവ് എന്ന് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ താഴെ അതിൻ്റെ ഫോമും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റർ, ER ആഡായി. ബ്രൈറ്റസ്റ്റൻ ESTN ആഡായതിൻ്റെ കാരണം ആമൻ്റെയിൽ T ആണ് വന്നിരിക്കുന്നത്. അഡ്ജക്റ്റീവിൻ്റെ ആമൻ്റെയിൽ T ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സൂപ്പർലാറ്റീവിൻ്റെ കൂടെ ESTN ആണ് ആഡായത്. ഓക്കെ, അടുത്തതാണ് ഹൈസ് എന്ന് പറഞ്ഞാൽ ഹൈസർ, ഹൈസസ്റ്റൻ, ESTN ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് സാഫസ് വന്നിരിക്കുന്നുണ്ട്. ലൗഡ്, ലൗട്ടർ, ലൗറ്റസ്റ്റൻ. സ്ലെക്ടർ, സ്ലെക്ടസ്റ്റൻ. റഷ്, റഷർ, റഷസ്റ്റൻ. ഫിറ്റർ, ഫിറ്റസ്റ്റൻ. ഓക്കെ, അപ്പം അങ്ങനെ ഓരോ ആമൻ്റെയും ഓരോ അഡ്ജക്റ്റീവിൻ്റെയും ആമൻ്റെ നോക്കി അതനുസരിച്ചാണ് നമ്മൾ സൂപ്പർലാറ്റീവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ESTN അല്ലെങ്കിൽ STN ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് അഡ്ജക്റ്റീവ് മിഡ് എൻഡുങ്ങൻ ഇൻ കോമ്പറാറ്റീവ്. കോമ്പറാറ്റീവിലെ എൻഡുങ്ങൻ ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ
അതായത് അഡ്ജക്റ്റീവിൻ്റെ എൻഡിൽ EL ER ആ വരുന്നെങ്കിൽ അഡ്ജക്റ്റീവിൽ വരുന്നെങ്കിൽ ആ കൊമ്പറാറ്റീവിലെ നമുക്ക് എന്താണ് ഒരു ക്യാൻസൽ ആക്കിയായിരിക്കും എഴുതുന്നത്. എക്സാമ്പിൾ നോക്കാം. അത് ഡുങ്കൽ എന്നുള്ള EL എന്നാണ് വന്നേക്കുന്നത്. ഡുങ്കൽ EL ആയിട്ടുണ്ട്. അപ്പോൾ EL അഡ്ജക്റ്റീവിലുള്ളത് ആ ക്യാൻസൽ ആവും. ER EL ഒക്കെയാണ് ആ അഡ്ജക്റ്റീവ് എൻഡിങ് ചെയ്യുന്നതെങ്കിൽ, പോസിറ്റീവ് കണ്ടോ എൻഡിങ് ചെയ്യുന്നെങ്കിൽ അവിടെ നമ്മൾ ഒരു ക്യാൻസൽ ആക്കും. അതായത് ആ അവസാനം വന്നിരിക്കുന്ന ഒക്കെ ക്യാൻസൽ ആക്കിയിട്ടായിരിക്കും നമ്മൾ ബാക്കി എൻഡിങ്ങിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. സൂപ്പർലാറ്റീവിലും കൊമ്പറാറ്റീവിലൊക്കെ എൻഡിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ക്യാൻസൽ ആക്കിയിട്ടായിരിക്കും. ഡുങ്കൽ, ഡുങ്ലർ, ഡുങ്കൽസ്റ്റൺ. ടോയർ, ടോയറർ, ടോയർസ്റ്റൺ. സോയറർ, സോയർസ്റ്റൺ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അടുത്തതാണ് അഡ്ജക്റ്റീവ് എൻഡിങ് ഇൻ കൊമ്പറാറ്റീവ് ഓർ സൂപ്പർലാറ്റീവ്. കൊമ്പറാറ്റീവിലും സൂപ്പർലാറ്റീവിലും നമ്മുടെ അഡ്ജക്റ്റീവ് എൻഡിങ് മാറ്റം വരുന്നതിൻ്റെയാണ്. അതായത് ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, എ എന്നുള്ള അക്ഷരം ഉംലോട്ടാവും, അത് ഉംലോട്ടാവും, അത് ഉംലോട്ടാവും. അങ്ങനെ ചേഞ്ച് ആകും. ഓക്കെ, എല്ലാത്തിലും കൊമ്പറാറ്റീവിലും സൂപ്പർലാറ്റീവിലും ചേഞ്ച് ആവും. അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. എന്നുള്ളത് എന്താണ്? എന്നാവും. ആം എന്നുള്ളത് ആവും. സ്റ്റർ. ഓക്കെ, ആ കൊമ്പറാറ്റീവിലൊക്കെ എന്താണ് ER ആഡാവും. പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണ്. എന്നുള്ളത് സ്റ്റർ ഏമർ ആവും. യുങ് എന്നുള്ളത് യുങ്ങർ ആവും. ഗസൂണ്ട് എന്നുള്ളത് ഗസൂണ്ടർ എന്നാവും. വാം എന്നുള്ളത് വേമർ എന്നാവും. ഓക്കെ, സൂപ്പർലാറ്റീവ് വരുമ്പം ഏംസ്റ്റൺ, യുങ്ങസ്റ്റൺ, ഗസൂണ്ടസ്റ്റൺ. ESTN ആണ് അവിടെ വന്നിരിക്കുന്നത്, കാരണം അവിടെ D ആണ് എൻഡിങ്ങനായിട്ട് വന്നിരിക്കുന്നത്. വേംസ്റ്റൺ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്തത് വരുന്നതാണ് ഉൺറേഗൽമെസ്സിക് അഡ്ജക്റ്റീവ്. ഉൺറേഗൽമെസ്സിക് എന്ന് വെച്ചാൽ ഇറഗുലർ ആയിട്ടുള്ള അഡ്ജക്റ്റീവ് വരുമ്പം ഇതിൻ്റെ മൂന്നും വ്യത്യാസമായിരിക്കും വരുന്നത്. പക്ഷെ ആഡാക്കുന്നതൊക്കെ സെയിം തന്നെ ആയിരിക്കും. ER ആയിരിക്കും കൊമ്പറാറ്റീവിൽ, പിന്നെ സൂപ്പർലാറ്റീവിൽ പിന്നെ അവസാനം ആമൻ്റെയിൽ അതനുസരിച്ച് നോക്കി അഡ്ജക്റ്റീവിൻ്റെ എൻഡിങ് നോക്കി ആഡാക്കും. അത്രേ വരുന്നുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഗുഡ്, ബെസർ, ബെസ്റ്റൺ. നോഹ്, ഹ്യോഹർ, ഹ്യോഹ്സ്റ്റൺ. ഫീൽ, മെർ, മൈസ്റ്റൺ. ക്രേൺ, ലീബർ, ലീബ്സ്റ്റൺ. അപ്പം ഇതൊക്കെയാണ് ഉൺറേഗലായിട്ട് വരുന്നത്. ഇനിയും കൂടുതലുണ്ട്. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളും കമൻറ്റ് ചെയ്തിടുക. ചൂസ്.